Oraimo Freepods Pro Freepods 3 ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ളതാണ്. അതിനൊരു റീസൺ തന്നെ ഇതിൻ്റെ ആ ഒരു റേറ്റിംഗ് ആണ്. 5 സ്റ്റാർ ആയിരുന്നു കുറേ നാൾ വരെ, എന്നാൽ ഇപ്പോൾ അത് 4.7 മാറിയിട്ടുണ്ട്. 1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലെത്തിയ Oraimo Freepods 3യുടെ അൺബോക്സിംഗ് ആൻഡ് ഓവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. Oraimo Freepods Pro എന്ന് പറഞ്ഞാൽ കുറച്ചധികം പൈസ ആയതുകൊണ്ട് തന്നെ 2599 എന്തോ ആണ്. എന്നാലും അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ബേസിക് ഒരു സാധനം അങ്ങോട്ട് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1499 രൂപയ്ക്ക് നിങ്ങളൊരു ഇയർബഡ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഈ ഒരു Oraimo Freepods 3 വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബോക്സിലേക്ക് വരുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് Oraimo സ്മാർട്ട് ആക്സസറീസും കൂടാതെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോയും ഹൈലൈറ്റ് എൻ്റെ മുന്നിൽ ഇങ്ങനെ വിവരിച്ചിട്ടുണ്ട്. എന്നാലും ഇതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. പിറകിൽ നോക്കുവാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഡിസംബർ 2021. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 4990. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1499 ഇപ്പോഴും ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ബ്ലാക്ക് വൈറ്റ് എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ് ഇത് ലഭ്യമാകുക. ഏതിനാണെങ്കിലും ഈ റേറ്റ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തെ അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെയാണ് ആ ഒരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സെമി ട്രാൻസ്പെറന്റ് ലെയർ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിന്റെ കൂടെ കിട്ടുന്ന മറ്റുള്ള ആക്സസറീസ് നോക്കുവാണെങ്കിൽ രണ്ട് ഡിഫറെന്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുണ്ട്, അതുപോലെ തന്നെ യൂസർ ഗൈഡ് ഉണ്ട്, കൂടാതെ ഒരു ടൈപ്പ് സി മിനി കേബിളും ഉണ്ട്. എന്നാലും അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയാണ്. ഒരു 8 രൂപ 10 രൂപയ്ക്ക് ഉള്ളിൽ നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് കിട്ടുന്ന അതേ ക്വാളിറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ Freepods 3. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. കൂടാതെ കോമ്പാക്ട് സൈസോട് കൂടിയിട്ടാണ് ഈ ഒരു കേസ് നമുക്ക് ലഭ്യമാകുക. മാറ്റ് ഫിനിഷ് ആണ് മുന്നിലും അതുപോലെ തന്നെ പിന്നിലും. എന്നാൽ നടുക്കുള്ള ഈ ഒരു ലൈൻ പോലെ ആക്ച്വലി ഒരു ഗ്ലോസി ഫിനിഷ് ഡിസൈൻ വന്നിട്ടുണ്ട്. ഓവറോൾ ആക്ച്വലി ഒറ്റ നോട്ടത്തിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്, അതിൽ നിന്ന് വേറെ ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. Oraimoയുടെ ലോഗോ ഫ്രണ്ടിലുണ്ട്, 3 LED ഇൻഡിക്കേറ്ററും ടൈപ്പ് സി പോർട്ടും ഉണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. അപ് ടു 36 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 100% ചാർജ് ആകാനായിട്ട് 2 മണിക്കൂറും വേണം. അതുപോലെ തന്നെ ടൈപ്പ് സി ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു 5 minutes ചാർജ് കഴിഞ്ഞാൽ 40 മിനിറ്റ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. കേസിന്റെ മാത്രം ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 36 grams ആണ്. ഇപ്പോൾ കേസും ഇയർബഡും വെച്ചിട്ട് പോലും ഭയങ്കര ഒരു ഹെവിനെസ് ഒന്നും സത്യം പറഞ്ഞാൽ അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. ഇനി ലിഡ് ക്വാളിറ്റി നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. അവിടെ ഒന്നും വലിയ പ്രശ്നം അല്ലെങ്കിൽ ഒരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ ഈ ലിഡ് അടച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുവാണെങ്കിൽ ഭയങ്കര വലിയ മൂവ്മെന്റ് ഒന്നുമില്ല, ചെറിയൊരു എവിടേക്കും ഒരു ചെറിയ മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് നോട്ടീസബിൾ അല്ല എന്നുള്ളത് വേറൊരു സംഭവം. ഇനി ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെരുതുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇയർബഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ആണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി. എനിക്ക് കേസിനെക്കാളും കുറച്ചുകൂടി ബിൽഡ് ക്വാളിറ്റി അതുപോലെ തന്നെ ലുക്കിലും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇയർബഡ് തന്നെയാണ്. ഏറ്റവും പറയലായിട്ട് ടച്ച് കൺട്രോൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു LED ഇൻഡിക്കേറ്ററും Oraimoയുടെ ലോഗോയും നമുക്ക് ഇവിടെ കാണാം. ലെഫ്റ്റും റൈറ്റും ഒക്കെ തന്നെ പിറകിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 13mm ഹൈ സെൻസിറ്റീവ് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ രണ്ട് ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ ഓരോ ഇയർബഡുകൾക്കും വെറും 4 gram മാത്രമേ വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ചെവിയിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്നുള്ളതിലും യാതൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. 45 mAh വീതം ഓരോ ഇയർബഡുകളിലും ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ 8 മണിക്കൂർ നമുക്ക് സിംഗിൾ ചാർജിൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. ഇയർബഡുകൾ ചാർജ് ആകാനും കമ്പനി അവകാശപ്പെടുന്നത് 2 മണിക്കൂർ തന്നെയാണ്. ഇനി ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത്, ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടുള്ളതിൽ ഇതുപോലൊരു സംഭവം ഞാൻ വേറെ എവിടെയും കണ്ടില്ല. 1 pair 2 different ഫിറ്റ്സ്. നമ്മൾ പല EQ മോഡ്സും കണ്ടിട്ടുണ്ട്, എന്നാൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് നമുക്ക് ഫിറ്റ്സ് തന്നെ, അതായത് ഇൻ ഇയറും ഹാഫ് ഇൻ ഇയറും ആക്കാൻ പറ്റും ഈ ഒരു ഒരൊറ്റ ഇയർബഡ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു ഇൻ ഇയർ ടൈപ്പ് നമ്മുടെ ഒരു ഇയർബഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. എന്നാൽ ഇതങ്ങോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ഇൻ ഇയർ TWSലോട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ഹാഫ് ഇൻ ഇയർ TWS ഇതിൽ പറയുന്നത് അവയർനെസ് മോഡ് എന്നാണ്. കൂടാതെ ഇൻ ഇയർ ആക്കുമ്പോഴത്തേക്ക് പറയുന്നത് ബേസ് മോഡ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് കുറച്ച് ബേസ് നല്ല ഡോമിനേറ്റഡ് കിട്ടണം, നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു എന്താ പറയുക ടിപ്പുകൾ ഇതുപോലെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം കേൾക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേസ് ഡോമിനേറ്റഡ് ആയിട്ട് കേൾക്കും. എന്നാൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു പബ്ലിക്കിലാണ്, നിങ്ങൾക്ക് കുറച്ച് അവയർ വേണം ആ ഒരു പബ്ലിക്കുമായിട്ടെങ്കിൽ ഉറപ്പായിട്ടും ടിപ്പുകൾ അങ്ങോട്ട് മാറ്റിയിട്ട് കേൾക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ടൊക്കെ കേൾക്കാൻ പറ്റും, പക്ഷേ ബേസ് ഡോമിനേറ്റഡ് അല്ല. എന്നാൽ നിങ്ങൾ അവയർ ആയിരിക്കും, പേര് പോലെ തന്നെ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവും, പബ്ലിക്കിലാണ് നിങ്ങൾ ഇരിക്കുന്നുള്ളത്. ഇനി നമ്മുടെ ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു ടച്ച് സെൻസേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ വേറൊരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ടാപ്പ് വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്യുവാണെങ്കിൽ മ്യൂസിക് പ്ലേ ചെയ്യാനും അതുപോലെ തന്നെ പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ചെയ്താൽ ഇതിനകത്തുള്ള ഒരു ഗൂഗിൾ അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി വർക്കൗട്ട് ആകുന്നതാണ്. കൂടാതെ വലതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴത്തേക്ക് പ്രീവിയസ് ട്രാക്കിലേക്കും പോകുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ
വേർഷൻ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്ററാണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളത് തന്നെ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ഒരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല വെള്ളം കയറുമോ എന്നുള്ളത്. കാരണം IPX5 എന്ന് പറയുന്നത് അത്യാവശ്യം ഷവറിങ്ങിൽ പോലും നമുക്കത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് ഷവറിലൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വാട്ടർ ഡാമേജ് വന്നിട്ട് ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വാട്ടർ ഡാമേജിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, 1 വർഷം വാറന്റി ഉണ്ടെങ്കിൽ പോലും. സോ അത് മനസ്സിൽ വെച്ചിട്ട് മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുക. എന്നാൽ അത്യാവശ്യം ഡ്രിസ്ലിംഗിലും വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കുന്നതിൽ വേറൊരു സംശയവും വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അവിടെ നിന്ന് ഒരു സംശയവും വെക്കേണ്ട. ഈ ഒരു ഇൻ ഇയർ വെക്കുന്ന സമയത്ത്, എന്നാൽ ഹാഫ് ഇൻ ഇയറിലേക്ക് മാറ്റുന്ന സമയത്ത്, അതായത് നമുക്ക് ഇതുപോലെ ടിപ്പ് അങ്ങോട്ട് അഴിച്ചിട്ട് ഹാഫ് ഇൻ അവർ ആയിട്ട് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഇൻ ഇയർ അല്ലെങ്കിൽ ഹാഫ് ഇൻ ഇയർ എന്നവർ പറയുന്നത് വെറുതെ ആണെന്നാണ് എനിക്ക് അങ്ങോട്ട് പലപ്പോഴും തോന്നുന്നത്. കാരണം എന്താ പറയുക, ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഓടുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാടുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഞാനിപ്പോൾ എത്രയിട്ട് തലകുലിക്കിട്ടും പോയില്ല, എന്നാലും ഒരു ഇൻസെക്യൂർ ഫീൽ, അതായത് ഇത് ഊരിപ്പോവോ എന്നുള്ളൊരു സംഭവം എനിക്ക് ഞാൻ അങ്ങോട്ട് അവെയർ കൊടുക്കുന്നുണ്ട്. ഈ ഒരു അവയർനെസ് മോഡെന്ന് ഇവർ പറയുന്ന പോലെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എന്താ പറയുക, സാധനം അങ്ങോട്ട് പോ എന്നുള്ളൊരു അവെയർ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളിതൊരു ഹാഫ് ഇൻ ഇയർ TWS ഉപയോഗിക്കാനാണെങ്കിൽ വാങ്ങിക്കരുത്. എന്നാൽ ഇൻ ഇയർ TWS വാങ്ങിക്കുന്നതിൽ ഒരു പ്രശ്നമില്ല, കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു Freepods 3 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Oraimo Freepods 3യിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ഞാൻ നോർമലി സംസാരിക്കുവാണ്, ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും നമുക്ക് 2 മൈക്ക് വീതം. നിങ്ങളൊരു കോളിംഗ് പേർപ്പസിന് Oraimo Freepods 3 വാങ്ങിച്ചാൽ അത് വർക്കിംഗ് ആകുമോ? എന്തായാലും ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഔട്ട്പുട്ട് എങ്ങനെയാണോ കേൾക്കുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും നിങ്ങൾ ഒരാളെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് കേൾക്കാൻ പറ്റുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് വീട്ടിലെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാൽ പോലും എന്താ പറയാ ഒരു ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേൾക്കാനും പറ്റുന്നുണ്ട്. ഞാൻ ആ ഒരു തൂഫാൻ എന്നുള്ള പാട്ടൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് അങ്ങനെ ഒരു ഡിസ്ട്രാക്ഷനെ ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. കൂടാതെ 13mm ആയതുകൊണ്ട് തന്നെ 70% മുകളിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം എൻഹാൻസ്ഡ് ആണ്. എന്നാൽ നിങ്ങളൊരു 50%, അതായത് മിഡിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര എൻഹാൻസ്ഡ് അല്ല, പക്ഷെ അവിടെയും ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്. നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു ഡീപ് ബേസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിലേക്ക് പോകുന്നതിൽ ഒരിക്കലും അങ്ങോട്ട് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം അത്രയ്ക്കും നല്ല ബേസ് ആണ്. പക്ഷേ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അല്ല ആ ഒരു മിഡിൽ കിട്ടുന്നത്. ഒരു 70 അല്ലെങ്കിൽ ഒരു 75ക്ക് മുകളിൽ വരുമ്പോഴാണ് നമുക്ക് അത്യാവശ്യം എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടുന്നത്. കൂടാതെ അത്യാവശ്യം നല്ല റിച്ച് ക്വാളിറ്റി, മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ. നല്ല രസമുണ്ട്. 1500 രൂപയ്ക്കുള്ളിൽ ഇത്രയും നല്ലൊരു ക്വാളിറ്റി, ആ ഒരു മ്യൂസിക് അവർ സത്യം പറഞ്ഞാൽ ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട്. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇനി ഇതിൽ എന്തൊക്കെ ഇനി കുറ്റം പറഞ്ഞാൽ പോലും ആ ഒരു മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ ബോട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇയർഫോണുകൾ കേട്ടിട്ടുള്ള ഔട്ട്പുട്ട് വെച്ചിട്ട് ഇത് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഫാർ ബെറ്റർ തന്നെ ആയിരിക്കും ഇതെന്നുള്ളതിൽ യാതൊരു സംശയം വെക്കേണ്ട ആവശ്യമില്ല. ഡിഫൈയും അല്ലെങ്കിൽ ഒറൈമോ ഒക്കെ നമുക്ക് ആക്ച്വലി ഒരു രീതിയിൽ കമ്പയർ ചെയ്യാൻ കേട്ടോ. ഡിഫൈയും ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് ആയിരുന്നു. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഡിഫൈനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണോ എന്ന് ചെറിയൊരു സംശയം ഈ ഒരു ഒറൈമോയിലുണ്ട്. കാരണം നല്ല ക്വാളിറ്റി, കുറ്റം പറയാൻ ഞാൻ വീണ്ടും പറയണതാണ്, ഒരിക്കലും നമുക്ക് എങ്ങനെ നോക്കിയാലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് വോക്കൽ ലവർ ആണെങ്കിൽ പോലും അതല്ല ബേസ് ലവർ ആണെങ്കിൽ പോലും നല്ല രീതിക്ക് നമുക്ക് പാട്ടുകൾ എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മുടെ ലോ ലേറ്റൻസി എങ്ങനെ ഇതിനകത്ത് വർക്ക്ഔട്ട് ആകുന്നു എന്ന് നോക്കാം. ഇതിനകത്ത് ലോ ലേറ്റൻസി ബ്ലൂടൂത്ത് വേർഷൻ 5.3 ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കിട്ടുമെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് എത്ര MS ലോ ലേറ്റൻസി അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ലോ ലേറ്റൻസി മോഡോ അങ്ങനെ ഒന്നും തന്നെ ഇതിനകത്ത് ഇല്ല. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഞാൻ PUBG ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ ഇത്തിരി പ്രശ്നമായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അങ്ങോട്ട് കാണാൻ പറ്റില്ല. എന്നാലും സൗണ്ട് അറിയാലോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഫയർ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് സ്പ്രേ ചെയ്തിട്ട് കൈ എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആ ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്ത് നോക്കണം. അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ആ ഒരു ലോ ലേറ്റൻസി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ചെറിയ ഡിലേയില നല്ല അത്യാവശ്യം നല്ലൊരു ഡിലേ ഉണ്ട്. കാരണം ഞാൻ കൈ എടുത്തിട്ടും 2 സെക്കൻഡ് അങ്ങോട്ട് നിൽക്കുന്നുണ്ട് ആ ഒരു സൗണ്ട്. സോ നമുക്ക് ഗെയിം കളിക്കാൻ ഭയങ്കര ഒരു എന്താ പറയുക, കണ്ടോ സിംഗിൾ ടാപ്പിൽ പോലും നമുക്ക് അതങ്ങോട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പൊതുവെ സ്പ്രേ ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ സിംഗിൾ ടാപ്പിൽ അത് മനസ്സിലാകാൻ ചാൻസ് ഇല്ലാത്തതാണ്. പക്ഷേ ഇവിടെ അങ്ങോട്ട് അത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ മൊബൈൽ ആക്ച്വലി 5.0 ആണ്, അതുകൊണ്ടായിരിക്കും കുറച്ചൊരു പ്രശ്നം. എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ആ ഒരു ലോ ലേറ്റൻസി മോഡ് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര രീതിയിലൊന്നും ഗെയിം കളിക്കാൻ പറ്റത്തില്ല. പിന്നെ അത്യാവശ്യം കളിക്കാമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കാമെന്നേ പറയാൻ പറ്റുള്ളൂ.
കൂടുതൽ എന്തായാലും ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് പബ്ജി പോലുള്ള ഗെയിമുകൾ ഞാൻ ഈ ഒരു മൊബൈലിൽ ചെക്ക് ചെയ്ത് എൻ്റെ റിയൽമി എക്സ്റ്റിയിൽ എന്തായാലും കളിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് കൂടുതൽ നിങ്ങളുടെ മൊബൈലിൽ കളിക്കാൻ പറ്റുമോ ഇല്ലെന്ന് മനസ്സിലാകത്തുള്ളൂ. എന്തായാലും പബ്ജി കളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ഡിലേ ഉണ്ടെങ്കിൽ പോലും വീഡിയോസ് കാണുന്ന സമയത്ത് അത് യൂട്യൂബിലാണെങ്കിലും ഇന്റേണൽ എക്സ്റ്റേണൽ പ്ലെയറിലാണെങ്കിൽ പോലും ഒരു പ്രശ്നമില്ല, ഡിലേ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി ആദ്യം യൂട്യൂബ് വീഡിയോസ് ആണ് കണ്ട് നോക്കിയത്, പിന്നെ അതിനുശേഷം മറ്റുള്ള വീഡിയോകൾ നോക്കിയപ്പോഴത്തേക്കും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. സോ ഞാൻ അത് വെച്ചിട്ടാണ്, ആ ഒരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ പബ്ജി കളിക്കാൻ പോയത്. പബ്ജി കളിച്ച സമയത്താണ് സത്യം പറഞ്ഞാൽ ചെറിയൊരു ഡിലേ ഉണ്ട്. സോ ഞാൻ ഒരിക്കലും വീണ്ടും പറയണത് ഗെയിം കളിക്കാനായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്തില്ല. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ 5.0 ആണ്. ചിലപ്പോൾ ഇത് 5.2 ആയതുകൊണ്ട് 5.1 മുകളിൽ അല്ലെങ്കിൽ 5.2 വേർഷൻ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ നല്ല രീതിക്ക് കളിക്കാൻ പറ്റുമായിരിക്കാം. സോ എനിക്ക് കൂടുതൽ അങ്ങോട്ട് കുറ്റവും പറയാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു Oraimo Freepods 3 കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. 1499 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ, കോഡ് മൈക്ക് വിത്ത് ENCയുടെ മൈക്ക് ക്വാളിറ്റി കേട്ടല്ലോ, അത് മതി. പ്ലസ് നിങ്ങൾക്ക് വീഡിയോസ് കാണാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ മ്യൂസിക് കേൾക്കാനാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ വോക്കൽ ലവർ ആയിക്കോട്ടെ ബേസ് ലവർ ആയിക്കോട്ടെ ഏതാണെങ്കിലും ഒരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം 1499 രൂപയ്ക്ക്. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു ഡ്രോബാക്കുകൾ കിട്ടിയാൽ പോലും മ്യൂസിക് ക്വാളിറ്റി നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്ക് സാറ്റിസ്ഫൈഡ് ആകും. സോ നിങ്ങൾക്ക് ആ ഒരു പൈസ എന്താ പറയുക പോയി എന്നുള്ള, അതായത് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഫീൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല, മുതലായി എന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരു 1399 അല്ലെങ്കിൽ 1299 രൂപയ്ക്ക് ഓഫർ സമയത്ത് കിട്ടുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോളൂ, വേറെ ഒന്നും നോക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ Oraimo Freepods 3 കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.